ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഉണ്ടാക്കാൻ പോകുന്ന ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയാം, മുതിരച്ചീര തോരനാണ്. അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, നല്ല വിറ്റാമിനും ഉള്ളതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തോരനാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്ത് തോരനാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നതെന്ന്. അപ്പം ഞാൻ കുറച്ച് ചീര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് മുതിര വേവിച്ചെടുത്തിട്ടുണ്ട്. തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് കേട്ടോ, കുതിർത്ത് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്താണ് തോരൻ വെക്കുന്നത്. വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ചീരയ്ക്കും മുതിരയ്ക്കും എത്രമാത്രം ഗുണങ്ങളുണ്ടെന്ന്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. പാത്രം ചൂടായിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 സ്പൂൺ കടുകിട്ടു, 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. തലേന്ന് ചിരിങ്ങി ഒരു പാത്രത്തിലിട്ട് ഫ്രീസറിനകത്ത് വെച്ചിട്ട് നമുക്ക് പിറ്റേന്ന് രാവിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനും ഓഫീസിലൊക്കെ കൊണ്ടുപോകാനും നമ്മൾ എണീക്കുന്ന സമയത്ത്, രാവിലെ എണീക്കുന്ന സമയത്ത് ഇതെടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് തേങ്ങ തിരുങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിത് തിരിങ്ങി തലേന്നേ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. കാരണം ചീര വേവുമ്പോൾ അത്രയും കാണില്ല. അപ്പം ഞാൻ ഒരു 2 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും വെളുത്തുള്ളി, ഒരു 3 വെളുത്തുള്ളി ഉണ്ടാവും, 1/2 സ്പൂൺ ജീരകം, ഇത്രയും കറിവേപ്പില. കറി ഉണ്ടാക്കുമ്പോൾ അരയ്ക്കുന്ന അരപ്പിൽ കറിവേപ്പില ഇട്ടാൽ വളരെ നല്ലതാണ് കേട്ടോ. കൊളസ്ട്രോളും BP-ക്കും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്കതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ വെന്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുകയാണ്. ഇതണക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര വീണ്ടും നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. കാരണം ഈ അരപ്പും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കത് എന്തോന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്കൊരു ശകല ഉപ്പും കൊടുത്തു കൊടുക്കാം. ഇപ്പം നമ്മൾ മുതിര ചീരത്തോരൻ റെഡിയായിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഇപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ മുതിര ചീരത്തോരൻ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ് ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി ഞാൻ എനിക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.